പേരും ഇതിലുണ്ട് എന്നറിയുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷമാണ്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നുണ്ട് ഓരോ നവാഗതനും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്നത് മുൻപുണ്ടായിരുന്ന ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പർമാരെ സന്തോഷത്തിൽ ആടും എന്നുള്ളത്. കാരണം അത്രയ്ക്ക് സന്തോഷം തന്നെയാണ്. മറ്റൊരു മദ്യാസക്തന്റെ സമുദായപ്രകാരം ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിൽ എത്തിപ്പെടുകയും സുബോധത്തിലേക്ക് കാലെടുത്ത് വെച്ച് തുടങ്ങുകയും ചെയ്യുന്നത് ഏതൊരു മദ്യാസക്തനും സന്തോഷിക്കാൻ വകയുള്ള കാര്യമാണ്. ആ കാരണം കൊണ്ട് തന്നെ ഞാൻ താങ്കളുടെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നു. ഏതായാലും ഇന്നത്തെ ഈ ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത രീതിയുടെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ്, എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നുള്ളതിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. അഥവാ ശക്തിഹീനത, പവർലെസ്. എന്റെ മദ്യപാന കാലഘട്ടം അതിനു മുമ്പുള്ള അല്ലെങ്കിൽ ഈ സമയം വരെയുള്ള കാലഘട്ടങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പല കാര്യങ്ങളിലും ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങളിലും എനിക്ക് എൻ്റെ ഇച്ഛാശക്തി ഉപയോഗിച്ച് അത് തടുത്തു നിർത്താനോ അത്തരം കാര്യങ്ങളിലൊക്കെ നിയന്ത്രിച്ചു പോകാൻ സാധിക്കും. ഒന്നാമത്തെ എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഞാൻ എൻ്റെ ജോലി വളരെ കൃത്യമായിട്ട് എടുത്തുകൊണ്ട് നിന്നിരുന്ന ഒരാൾ. വളരെ വേഗത്തിലും വളരെ കൃത്യതയോടും വളരെ സന്തോഷത്തോടും കൂടിയിട്ട് ഞാൻ ആ ജോലി വളരെ കൃത്യതയോട് കൂടിയിട്ട് എടുത്തു തീർക്കുകയും അതിനെ പ്രശംസകളും അംഗീകാരങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. അതുപോലെ എൻ്റെ സുഹൃത്ത് വലയത്തിൽ ഞാൻ വളരെയധികം സന്തോഷകരമായിട്ട് അവരോടൊക്കെ എൻ്റെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. മദ്യപിക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അതുപോലെ എൻ്റെ ഭക്ഷണ കാര്യങ്ങളിൽ ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ വളരെ ഒരു നിയന്ത്രണത്തോടും അതേപോലെ തന്നെ മെച്ചപ്പെട്ട ഒരു രീതിയിലൊക്കെ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ചില ആളുകളോടുള്ള ബന്ധങ്ങളുടെ പേരിൽ ഞാൻ മിണ്ടാതിരുന്നത് ഞാൻ എൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഞാൻ വർഷങ്ങളോളം ഞാൻ മിണ്ടാതിരുന്നു. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ കാര്യത്തിലൊക്കെ എനിക്ക് നടപ്പിൽ വരുത്താൻ എനിക്ക് സാധിക്കും. പക്ഷെ ഈ ഒരു രാസവ പദാർത്ഥത്തിന്റെ ഞാൻ മദ്യപിച്ചത് ഒരു ടൂറിൽ പോയപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് എന്നെ പുറത്താക്കി, എൻ്റെ മതപഠനശാലയിൽ നിന്ന് എന്നെ പുറത്താക്കി, എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഒറ്റപ്പെടുത്തി, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ എന്നോട് ഇറങ്ങിപ്പോകാൻ വേണ്ടി പറഞ്ഞു. എൻ്റെ പെങ്ങന്മാര് 3 പേരുണ്ടായിരുന്നു. ആ 3 പേരും എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്നെ എനിക്ക് കാണണ്ട. ഏറ്റവും ഭീകരമായിട്ടുള്ള നിമിഷങ്ങൾ. കാരണം എൻ്റെ ജീവിതത്തിലെ അത്തരം ഒരു അവസ്ഥ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ മദ്യപിച്ചത് എന്തിനാണ്? മറ്റു പലരും പറയും ആസ്വദിക്കാനാണ്, കുടിക്കുന്ന പാട്ട് പാടാനാണ്, ഡാൻസ് ചെയ്യാനാണ്. പക്ഷെ എൻ്റെ ആദ്യത്തെ മദ്യപാനം ഇതെന്താണ് ഈ സാധനം എന്നറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മതപഠനശാലയിൽ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥി സംഘടനയിലെ ഒരു പ്രമുഖ സ്ഥാനം ആ സമയത്ത് ഞാൻ വഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എന്നിട്ടും ഇതിനോടുള്ള ഒരു ഉത്കണ്ഠ, ഇതെന്താണ് സാധനം? ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള പൈലിക്കാരൻ എന്നും രാത്രി സാധനം കുടിച്ചിട്ട് ആടി വീട്ടിലോട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു അരിസഞ്ചി ഉണ്ടാകും. ഞാൻ മദ്രസയിലെ പഠനം രാത്രിയായിരുന്നു. ആ രാത്രി മദ്രസ പഠനം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം എന്റെ തൊട്ട് മുമ്പിൽ ഒരു മെഴുകുതിരി പിടിച്ച് ആടി പോകുന്നത് ഞാൻ കാണാറുണ്ട്. അരികൾ പല സ്ഥലത്തും വീണ് പോകുന്നതും ഞാൻ കാണാറുണ്ട്. അദ്ദേഹം ആ പോക്കിൽ ഒരു പാട്ടും പാടിയിരുന്നത് ക്രിസ്തീയ ഭക്തി. എനിക്ക് ഇതൊരു ഉത്കണ്ഠയായിരുന്നു, ഇതെന്താണ് സാധനം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ ഞാൻ കുടിച്ചതും ഇത്തരം ഒരു ഭീകര ദിവസം എന്നിൽ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ആ മദ്യം പിന്നീട് കഴിക്കാൻ പാടില്ല. കാരണം അത്രയ്ക്ക് ഭീകരതയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എന്റെ വിദ്യാഭ്യാസം വീട്ടിൽ നിന്ന് പുറത്താക്കി, പെണ്ണുങ്ങന്മാരൊക്കെ ഇതാക്കി. എൻ്റെ കൂട്ടുകാരുടെ ഉപ്പമാരും ഒക്കെ പറഞ്ഞു, ശരീരത്തിന്റെ ഒപ്പം നിങ്ങൾ ആരും കൂടരുത്, കാരണം അവൻ കള്ളു കുടിക്കുന്നവനാണ്, നിങ്ങളെ കൂടി കഷ്ടത്തിലാക്കി. അതുകൊണ്ട് തന്നെ അവരെ എന്നോട് പറഞ്ഞു, ശരി നീ ഞങ്ങളൊപ്പം കൂടണം. പക്ഷെ 15 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിന്റെ അവിടുന്ന് അടിവാരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, ചുരത്തിൽ
ഞാൻ ഒരു ആഴ്ച കഴിയുന്നതിന് മുമ്പേ 15 കിലോമീറ്റർ ഞാൻ നടന്നുപോയി. ചുരത്തിന്റെ താഴെ അടിവാരത്തിൽ ചെന്ന് ആദ്യം കള്ള് ഷാപ്പിൽ കയറി ഞാൻ കള്ളു കുടിച്ചു. അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത ഒരു ചാരായ ഷാപ്പുണ്ട്. അഥവാ ആകാശദൂത് എന്ന് പറയുന്ന സിനിമയിൽ മുരളി രണ്ടാമത്തെ റിലാക്സ് ആകുമ്പോൾ കുടിക്കുന്ന ആ ഒരു ഷാപ്പ് കാണുന്നത്. ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്ന സമയത്ത് ആ ചാരായ ഷാപ്പ് കണ്ടിട്ട് അവിടെ ചാരായം കുടിച്ചത്. അതേ ചാരായ ഷാപ്പിൽ കയറിയിട്ടാണ് ഞാൻ ആ സമയത്ത് ഞാൻ ചാരായം ഞാൻ കുടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രക്കൊക്കെ ഭീകര പ്രശ്നം ഉണ്ടാക്കിയ ഈ ഒരു മദ്യത്തെ ഞാൻ വീണ്ടും 15 കിലോമീറ്റർ നടന്നു പോയിട്ട് ഞാൻ മദ്യം കുടിക്കണമെങ്കിൽ, പിന്നീട് കുടിക്കണമെങ്കിൽ എന്തായിരിക്കും എന്നെ അതിന് പ്രേരിപ്പിച്ച ആ ഒരു ഘടകം? അതിനെക്കുറിച്ച് ഇപ്പോഴും എനിക്ക് വ്യക്തമായിട്ടുള്ളത് അറിയില്ല. ശാസ്ത്രീയപരമായിട്ട് പല ആളുകളും പറയും തലച്ചോറിലോട്ട് ഒരു സിക്ക് എന്ന് പറയുന്ന സാധനം ആദ്യത്തെ കുട്ടിയോട് കൂടി തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതും അത് വീണ്ടും നമ്മെ കുടിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത്. എന്തായാലും അത്തരം ഒരു ചിന്തയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഞാൻ രണ്ടാമത്തെ കുടി കുടിച്ചിട്ട് ഞാൻ 15 കിലോമീറ്റർ തിരിച്ച് നടന്ന് കയറി ഞാൻ എൻ്റെ നാട്ടിലെത്തുമ്പോഴേക്കിന് വീണ്ടും പ്രശ്നങ്ങളുടെ കൂമ്പാരം ഉണ്ടായത്. എന്നോട് എൻ്റെ ഉപ്പയും പെങ്ങന്മാരും ഒക്കെ ചോദിച്ചു, ഇത്രക്കൊക്കെ നീ അനുഭവിച്ചിട്ട് ഇനിയും നിനക്ക് മതിയായില്ലേ? വീണ്ടും ഞങ്ങളെ എന്തിനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നീ കുടിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് പല ന്യായീകരണങ്ങളും എനിക്ക് ആ രണ്ടാമത്തെ കുടി കൊണ്ട് തന്നെ എനിക്ക് പറയാനുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി, നിങ്ങൾ എന്നെ പിന്നെ ഉപേക്ഷിച്ചു, എന്നെ പഠിക്കാൻ എനിക്ക് അനുവാദമില്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഉപേക്ഷിച്ചു. ഇത്തരം കുറെ ന്യായവാദങ്ങളായിരുന്നു ഞാൻ അതിന് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഓരോ കുടിക്കും, ഞാൻ തുടർന്ന് വന്ന ഓരോ കുടിക്കും ഇത്തരം ന്യായങ്ങൾ പലതും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരൊറ്റ കാര്യം പിന്നീട് എന്തായിരുന്നു, ഈ പൈലിച്ചേട്ടൻ കുടിക്കുന്നത് പോലെ എന്നും രാത്രി 1.5 പെഗ് മാത്രം കുടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 150 പട്ടക്കാരെ മാത്രം കുടിച്ചുകൊണ്ട് പാട്ടുപാടി ഡാൻസ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം എനിക്ക് മുന്നോട്ട് പോകണമെന്നും വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നിറവേറ്റണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതിൽ നിന്ന് ഒളിച്ചോടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഫലത്തിൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ഒരൊറ്റ ദിവസം പോലും എനിക്ക് എൻ്റെ കുടിയിൽ സംതൃപ്തി ഉണ്ടായ ഒരു ദിവസം എനിക്ക് ഉണ്ടായിട്ടില്ല. ആദ്യത്തെ 1.5 പെഗ് എൻ്റെ ശരീരത്തിലോട്ട് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോരിത്തരിപ്പും കുളിരുമല്ലാതെ അതിനുശേഷം എനിക്ക് അത് ആസ്വദിക്കാനോ, അല്ലെങ്കിൽ ആ 1.5 പെഗിൽ എനിക്ക് മദ്യപാനത്തെ തടഞ്ഞു നിർത്താനോ എനിക്ക് സാധിച്ചില്ല. പലപ്പോഴും ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കൽപ്പറ്റ ചാരായം നിർത്തി ഷാപ്പിലേക്ക്, അല്ലെങ്കിൽ കൽപ്പറ്റ ബാറിലോട്ട് പോകുമ്പോൾ കണക്കായിട്ടുള്ള പൈസ 1.5 പെഗിന്റെ പണം മാത്രം എടുത്തിട്ട് ഞാൻ പല ദിവസവും ഞാൻ ചാരായ ഷാപ്പിലോട്ട് പോയി. ആ ചാരായ ഷാപ്പിലോട്ടോ അല്ലെങ്കിൽ ബാറിലോട്ടോ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് 1.5 പെഗോ 150 ചാരായോ കുടിച്ചു കഴിഞ്ഞിട്ട് ഇത് മതി എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചിറങ്ങി പോയിട്ട് ജീപ്പിൽ കയറി, ലോക്കൽ ജീപ്പിൽ കയറി ഒരു 5 കിലോമീറ്റർ ഇപ്പുറം എത്തുമ്പോൾ എനിക്ക് തോന്നും ഇത് പോരാ, തിരിച്ച് ഞാൻ വീണ്ടും ആ ചാരായ ഷാപ്പിലോട്ടോ ബാറിലോട്ടോ ഞാൻ ചെല്ലും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തിരിച്ച് ജീപ്പ് കയറി ഒരു 10 കിലോമീറ്റർ എത്തുമ്പോൾ എനിക്ക് തോന്നും പോരായിരുന്നു. ഇതിന് പണം ഞാൻ കടം വാങ്ങിക്കാൻ ഞാൻ ചെയ്തത്. ഇവിടുന്ന് നിശ്ചിത അളവിനുള്ള പണം മാത്രം എടുത്ത് പോയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് കുടിക്കരുത്, കൂടുതൽ കുടിക്കരുത് എന്ന് വിചാരിച്ചു. അപ്പൊ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ എന്റെ കുടിക്ക് വേണ്ടിയിട്ട് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് ആ ഒരു പരീക്ഷണം എനിക്ക് കുടിയുടെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും എനിക്ക് അറിയായിരുന്നു. പണ്ട് പറയുന്നത് പോലെ പകലരുത്, പലരോടരുത്, പലപ്പോഴരുത്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പകല് കുടിക്കാതിരുന്ന് നോക്കിയിട്ടുണ്ട്, രാത്രി മാത്രം കുടിക്കാൻ എന്നുള്ള രീതിയിൽ പലരോടും ഞാൻ കുടിക്കാതിരുന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്ക് കുടിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഏറ്റവും നല്ല സുഹൃത്തുക്കളോട് കൂടെ മാത്രം കുടിച്ചിരുന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ കുടിയെല്ലാം കഴിയുമ്പോഴേക്കും മറ്റു പലരോടും ഒത്തായിരിക്കും അങ്ങനെയുള്ള എല്ലാ ധാരണകളും കാറ്റിൽ പറത്തിക്കൊണ്ടായിരിക്കും പിന്നത്തെ ഒരു കുടി ഉണ്ടായി. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഓരോ കുടിക്കും ഞാൻ വിചാരിക്കും ഇന്നലത്തെ പോലത്തെ ഒരു കുടി ഉണ്ടാവും. കാരണം ഇന്നലെ എന്ന് പറയുന്ന ഒരു കുടി എന്നെ സംബന്ധിച്ച് ഏറ്റവും ഭീകരതയായിരുന്നു. അത് ആരോടെങ്കിലും തെറി പറഞ്ഞിട്ടുണ്ടാവും, അവര് തിരിച്ച് തെറി പറഞ്ഞിട്ടുണ്ടാവും, തല്ലായിട്ടുണ്ടാവും, പോലീസ് കേസായിട്ടുണ്ടാവും. എന്റെ കുടിയുടെ സമയത്ത് 8 പ്രാവശ്യം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറിയ ഒരു വ്യക്തിയാണ്. റിമാൻഡിലായിട്ടില്ല,
എന്നോട് പറഞ്ഞു, ഷെരീഫെ നിന്റെ പോക്ക് അപകടത്തിലാണ്. നീ കുടിക്കുന്നത്, നീ മദ്യത്തിന് അടിമയായതുകൊണ്ടാണ് നീ ഇത്ര കുടിക്കുന്നത്. നീ ഞങ്ങളെപ്പോലെ കുടിക്കും. കണ്ടില്ലേ, ഞങ്ങള് 2 പെഗ് അല്ലെങ്കിൽ 3 പെഗ് കുടിച്ചിട്ട് ഞങ്ങള് മതിയാക്കുന്നത്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കുടിക്കാനുള്ള യോഗ്യത അല്ല. കാരണം നിങ്ങൾ 3 പെഗ് കുടിക്കുമ്പോഴേക്കും പൂസായിട്ട് ഛർദ്ദിച്ച് വീണിടക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ മതിയാക്കുന്നുണ്ട്. ഞാൻ കണ്ടോ, ഒരു 1/2 ലിറ്റർ വെള്ളം കൂട്ടാണ്ട് കുടിച്ചിട്ടും ഒരു തരിപ്പും ആടാണ്ട് നിൽക്കുന്നു. അത് കപ്പാസിറ്റി വേണം, നിനക്കൊന്നും ആ കപ്പാസിറ്റി ഇല്ലടാ ഞാൻ അവർക്ക് പറഞ്ഞു. പക്ഷേ ആൽക്കോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, കപ്പാസിറ്റി എന്നുള്ളതാണ് മദ്യാസക്തന്റെ രോഗം. മറ്റുള്ളവര് 2 3 പെഗ് കുടിക്കുമ്പം അവർ കൊടുത്ത പണം മുതലാക്കി അവർക്ക് കിട്ടേണ്ട എല്ലാ ആസ്വാദനവും ആ 3 പെഗിൽ നിന്ന് കിട്ടിയിട്ട് അവരുടെ ശരീരം അവരോട് പറയുന്നു ഇനി മതി എന്ന്. അവന്റെ തലച്ചോറും പറയുന്നു ഇനി മതി എന്ന്. പക്ഷേ ഞാനോ, മദ്യാസക്തനായി ഞാൻ 1/2 ലിറ്റർ പോലും കുടിച്ച്, 1/2 ലിറ്റർ മദ്യം കുടിച്ചിട്ട് പോലും, അതും വെള്ളം ചേർക്കാണ്ട് കുടിച്ചിട്ട് പോലും എനിക്ക് പോരാ എന്നുള്ളൊരു തോന്നല് എന്റെ മനസ്സിനും ശരീരത്തിനും ഒക്കെ തോന്നിത്തുടങ്ങി. ഇത് ഞാൻ കപ്പാസിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നത്. പക്ഷെ ആൽക്കോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ശരീരത്തെ മദ്യപാനാസക്തി എന്ന് പറയുന്ന ഒരു രോഗം നിനക്ക് വന്നിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ, ആ മദ്യത്തിന് മുമ്പിൽ നീ ശക്തിഹീനാണെന്ന് നീ സമ്മതിക്കണം എന്ന് എന്നോട് ഡീഅഡിക്ഷൻ സെന്ററിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും, ഞാൻ എത്രയോ നിയന്ത്രിച്ചിട്ടുണ്ട്. ഞാൻ റംസാൻ മാസത്തില്, ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ റംസാൻ മാസത്തില് 30 ദിവസം ഞാൻ നിയന്ത്രിച്ചവനാണ് മദ്യത്തിന്. എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് സാധിക്കും. പിന്നെ എന്തിനു കുടിച്ചു എന്ന് ചോദിച്ചു എന്നോട്. പിന്നെ എന്തിനു ശരീരത്തെ എന്നെ കുടിച്ചു? എന്റെ ഉമ്മ കൗൺസിലറുടെ അടുത്ത് പറഞ്ഞിരുന്നു, പെരുന്നാളിന്റെ അന്ന് കുടിച്ച് പൂക്കുറ്റിയായിട്ടാവാൻ നടക്കുക, ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അപ്പൊ എന്നോട് ചോദിച്ചു, പിന്നെ എന്തിനു കുടിച്ചു? 30 ദിവസം നീ മദ്യപാനത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ നിനക്ക് വിശപ്പുണ്ടായി, നിനക്ക് ചിരിക്കാൻ പറ്റിയില്ലെന്ന് ചോദിച്ചു. ചിരിക്കാൻ പറ്റി. നിന്നെ മറ്റുള്ളവർ തോള് കൈയിട്ട് സുഹൃത്തുക്കളാക്കി കൂട്ടിയിരുന്നു. ആ 30 ദിവസം ഞാൻ സന്തോഷം അനുഭവിച്ചിരുന്നു, 30 ദിവസം സമാധാനം അനുഭവിച്ചിരുന്നു. പിന്നെ എന്തിനു നീ കുടിച്ചു? അതിന് എനിക്ക് ഉത്തരമില്ലേ? അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളായിരുന്നു. ഈ കുടിയൊന്നും ഇല്ലാണ്ട് പിന്നെ എന്ത് ചീത്ത ആസ്വദിക്കാനാണ്? കല്യാണ വീട്ടിൽ നിന്നല്ലേ ഞാൻ കുടിക്കുന്നുള്ളൂ, ഞാന് വീട്ടിൽ കൂടലിനല്ലേ കുടിക്കുന്നുള്ളൂ, പെരുന്നാളിനല്ലേ കുടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഉത്സവത്തിനല്ലേ കുടിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു കാര്യം വീട്ടിൽ നടക്കുമ്പോഴല്ലേ ഞാൻ കുടിക്കുന്നത്. എന്റെ പെങ്ങന്മാരുടെ 2 ആളുടെ കല്യാണത്തിന് കുടിച്ച് കൂട്ടാടി നടന്ന മനുഷ്യനാണ്. എന്റെ കല്യാണത്തിന്റെ അന്ന് കുടിച്ചിട്ടാണ് ഞാൻ ആ കല്യാണ ചടങ്ങിൽ പങ്കെടുത്തത്. അപ്പം കൗൺസിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഷെരീഫെ, നല്ല കർമ്മങ്ങൾക്ക് കുടിച്ചുകൊണ്ടാണോ അതിൽ പങ്കെടുക്കേണ്ടത്? എനിക്ക് എന്നെ ഇരുത്തി ചിന്തിച്ച ചില ചോദ്യങ്ങൾ ആ കൗൺസിലർ ചോദിച്ചു. നല്ലൊരു കല്യാണ ചടങ്ങ് തൊട്ടടുത്ത് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ മദ്യപിച്ചുകൊണ്ടാണ് ഷെരീഫ് പങ്കെടുക്കുന്നതെങ്കിൽ ആ ശുഭമുഹൂർത്തത്തിൽ ഷെരീഫിനെ പങ്കാളിയാകാൻ സാധിക്കുമോ? എനിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുകയല്ല ചെയ്തത്. അതിന്റെ മറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മദ്യക്കുപ്പികളുടെ കൂമ്പാരം കിടക്കുന്നിടത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ അവിടെ വീണ് കിടന്നു, ഇല്ലെങ്കിൽ അവിടെ ആരെങ്കിലുമായിട്ട് കട്ടപിച്ചുണ്ടാക്കി കൊണ്ടുവന്നു. അപ്പൊ ഇത്തരം മംഗളകർമ്മങ്ങളിൽ ഒന്നും അല്ല എനിക്ക് കുടിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ പേര് ഞാൻ പറയുന്നു എന്നുള്ളതുണ്ട്. പലപ്പോഴും ചില ദിവസങ്ങളിൽ, ചില കാലങ്ങളിൽ എന്റെ കുടിയെ നിയന്ത്രിക്കാൻ പറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, നേരത്തെ മനോജ് പറഞ്ഞതുപോലെ. പക്ഷെ പലപ്പോഴും അത് വീണ്ടും ആദ്യത്തേതിനേക്കാൾ കൂടുതൽ ഭീകരാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും, ആരും പറഞ്ഞിട്ടല്ല ഞാൻ ആൽക്കോളിക്സ് അനോണിമസിൽ വന്നപ്പോഴും ഇപ്പൊ ഞാൻ നിലനിൽക്കുന്നു. ആരുടെയും ഉപദേശം എന്റെ ചെവി കയറിയത് കൊണ്ടുമല്ല. ഈ ഉപദേശങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാനൊന്ന് ബാക്കോട്ടൊന്ന് കുടിയുടെ സമയത്ത് ആ കാലഘട്ടത്തേക്ക് തിരിഞ്ഞു. സംഭവം ശരിയാണ്, എനിക്ക് കപ്പാസിറ്റിന്റെ പേര് പറഞ്ഞ് കുടിക്കാനുള്ള അർഹത എനിക്കില്ല. മറ്റു പലരും 3 പെഗ് കുടിച്ച് സുഖസുന്ദരമായിട്ട് അവർ വീട്ടിൽ പോയി അവരുടെ കാര്യങ്ങളും കർത്തവ്യങ്ങളും ഒക്കെ കൊടുത്ത് അവർ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് 1/2 ലിറ്റർ വെള്ളം പോലും ചേർക്കാത്ത ഞാൻ ഇനിയും മദ്യപിക്കാൻ എവിടുന്ന പണം ഉണ്ടാക്കും എന്നുള്ള ചിന്തയും
ആരോടൊപ്പം മദ്യപിക്കണം എന്നുള്ള ചിന്തയിലും എത്ര മദ്യപിക്കണം എന്നുള്ള ചിന്തയിലും ഒക്കെ പെട്ട് 24 മണിക്കൂറും ആ മദ്യത്തിന്റെ തടവറയിൽ എന്നെ മദ്യത്തിനാൽ കെട്ടിപ്പൂട്ടി ഇടുകയായിരുന്നു ചെയ്തത്. ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ് എന്ന് സമ്മതിച്ച് കൊടുക്കേണ്ട ആവശ്യകത എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു രോഗമുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായാലേ ഞാനത് ചികിത്സിക്കുക. എനിക്കൊരു പനിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവണം. മറ്റാർക്കെങ്കിലും മനസ്സിലായിട്ട് ഒരു കാര്യമില്ല. എനിക്ക് പനിയുണ്ട് എന്നുള്ളത് അത് പനിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു ചികിത്സയ്ക്ക് മരുന്ന് കുടിക്കാൻ എനിക്ക് സാധിക്കും. പനിക്കുള്ളൊരു മരുന്ന് ഇല്ലെങ്കിൽ ഞാൻ പനിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലോ. ഇതുപോലെ തന്നെ മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ്. മറ്റെന്തിന്റെ മുമ്പിലും ചിലപ്പോൾ എനിക്ക് ശക്തി ഉണ്ടാകും. ഒരു മൂർഖം പാപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തല്ലിക്കൊന്നേ. പക്ഷെ മദ്യത്തിന് മുമ്പിൽ എന്റെ ജീവിതം വെച്ചുകൊണ്ട് തന്നെ ഞാൻ പരീക്ഷിച്ച് ഞാൻ മനസ്സിലാക്കിയ ആ ഒരു രീതി വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു മദ്യത്തിന് മുന്നിൽ ഞാൻ ശക്തിഹീനനാണ്. എന്റെ സ്പോൺസർ പണ്ട് പറയുമായിരുന്നു, ശരിപ്പേ പ്ലഗിൽ വിരലിട്ട് നോക്കിയാൽ ഷോക്കടിക്കും. ഒരു പ്രാവശ്യം ഷോക്കടിക്കും, രണ്ടാമത്തെ പ്രാവശ്യം പ്ലഗിൽ അതേ ഷോക്കടിക്കോ എന്ന് നോക്കാൻ വേണ്ടി വിരലിടുന്നവനെ എന്ത് വിളിക്കും? അവന് ചിലപ്പോൾ ഭ്രാന്തൻ എന്ന് വിളിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ശരിപ്പേ ഓരോ മദ്യാസക്തരും. എത്രയോ പ്രാവശ്യം മടിയിലെത്തി വീണ്ടും ഫേസ്ബുക്കിലോ ഏലോ ഒക്കെ പറയുന്നത് പോലെ തന്നെ വാഹനത്തിന്റെ മുമ്പിലേക്ക് ചാടുന്നു, കാലൊടിയുന്നു, ആശുപത്രിയിൽ പോകുന്നു. തിരിച്ചു വന്നിട്ട് അദ്ദേഹം വിചാരിക്കുകയാണ് ഇപ്രാവശ്യം എന്റെ കാലൊടിയില്ലായിരുന്നു. വീണ്ടും ആ വാഹനത്തിന്റെ മുമ്പിലോട്ട് ചാടുന്നു, 2 കാലൊടിയുന്നു, തിരിച്ചു ഹോസ്പിറ്റലിൽ പോകും. അത് കഴിഞ്ഞ് വീണ്ടും വന്നിട്ട് പറയാണ് ഇപ്രാവശ്യമെങ്കിലും കാലൊടിയില്ല എന്ന് വിചാരിച്ച് ചാടുന്നു, 2 കാലും ഒരു കൈ. ഇദ്ദേഹത്തെ എന്ത് വിളിക്കും? ഒരു ഭ്രാന്തൻ എന്ന് വിളിക്കും. ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ ആ മദ്യത്തിന്റെ മുമ്പിൽ പരീക്ഷണങ്ങൾ നടത്തി ആ പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെടുമ്പോഴും ഞാൻ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് കുറ്റങ്ങളും കണ്ടുകൊണ്ട് പല ഇതിലും ഏർപ്പെട്ടുകൊണ്ട് ഇന്നലെ കുടിച്ചത് മദ്യത്തിന്റെ ക്വാളിറ്റി മോശമായതുകൊണ്ടാണ്, 2 തരം മദ്യം ആയതുകൊണ്ടാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കുടിച്ച ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതൊന്നുമല്ല കാരണം. എനിക്ക് മദ്യത്തിന് മുന്നിൽ ശക്തിഹീനത. ആ ശക്തിഹീനത ഞാൻ അംഗീകരിക്കുമ്പോൾ എനിക്ക് മറ്റൊരു ശക്തി എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ ശക്തിഹീനത ഞാൻ അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളത് ഒരു കുറച്ചിലായി ഞാനിത് കാണുന്നില്ല. ആ ഒരു അടിയറവ് ഞാൻ പറയുന്നതോട് കൂടിയിട്ട് മറ്റൊരു സ്ഥലത്ത് എനിക്കൊരു ശക്തി ലഭിക്കുന്നു. ആ ശക്തി ആൽക്കഹോളിക്സ് അനോണിമസിൽ നിലനിൽക്കാനും അതുപോലെ തന്നെ എന്റെ അഹങ്കാരത്തെ കുറയ്ക്കാനുമുള്ള ഒരു ശക്തിഹീനതയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ കൂടെ സന്തോഷകരമായിട്ട് എനിക്ക് പോകാൻ സാധിക്കുമ്പോൾ പറയുന്ന ഒരു ക്വാളിറ്റി ഉറപ്പുള്ള ഒരു സുബോധാവസ്ഥ എന്നുള്ളതാണ്. മദ്യം കഴിക്കാനുള്ള തോന്നലുകൾ ഉണ്ട് എന്ന് വർഷങ്ങൾക്ക് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും മുന്നോട്ട് പോകെ എനിക്ക് മദ്യം കഴിക്കണം എന്നുള്ള ഒരു തോന്നൽ എന്റെ ജീവിതത്തിലില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ മദ്യം കഴിച്ചിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് പിന്നീട് എനിക്ക് പറഞ്ഞു. മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനാണ് എന്റെ ജീവിതം മനുഷ്യമായി. ആ ശക്തിഹീനമായിട്ടുള്ള എനിക്ക് മറ്റൊരു ശക്തിയെ ആശ്രയിച്ചാലേ എന്റെ ജീവിതത്തിൽ മദ്യപാനത്തെ മാറ്റാൻ സാധിക്കും. ഞാൻ ശക്തിയില്ലാത്ത മനുഷ്യനാണ്. എന്നേക്കാൾ വലിയൊരു ശക്തിയാണ് മദ്യം. ആ രാസപദാർത്ഥം എന്നെ അടിമയാക്കി വിസ്തരിക്കുകയാണ്. അപ്പോൾ ആ രാസപദാർത്ഥത്തിനേക്കാൾ വലിയൊരു ശക്തിയെ ഞാൻ കണ്ടെത്തണം. അങ്ങനെയാണ് എന്നേക്കാൾ വലിയൊരു ശക്തിയായിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്റെ ജീവിതത്തിലേക്ക് ഒരു സുബോധതയുള്ള ഒരു ഉറപ്പുള്ള ഒരു സുബോധാവസ്ഥ എന്ന് പറയുന്നത് ലഭിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മദ്യപിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം മദ്യപിച്ച സന്തോഷത്തിന്, സമാധാനത്തിന്, ധൈര്യത്തിന്, ഭയം വിട്ടുമാറാൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കാണെങ്കിൽ മദ്യപിക്കാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ ഒരു പ്രോഗ്രാമുകളിൽ കൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഏറ്റവും സന്തോഷകരവുമായിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കുന്നു. എല്ലാവർക്കും ഒരു മധുരഹിത ജീവിതം ഉണ്ടാവട്ടെ എന്ന്